ഓം ശരവണഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഇന്നും നാളെയും ആഷാഢ മാസത്തിലെ പൗർണമിയാണ്. ഈ വരുന്ന പൗർണമി വെറും പൗർണമിയല്ല, ഗുരു പൂർണിമ എന്നാണ് അറിയപ്പെടുന്നത്. അതായത് നമ്മുടെ ഗുരുക്കന്മാരുടെ അനുഗ്രഹം നേടാനും അതുവഴി നമുക്ക് ജീവിതത്തിൽ ഉയർച്ചയുണ്ടാവാനും നമ്മളെ സഹായിക്കുന്ന ദിനം. അതുമാത്രവുമല്ല, അഭിജിത്ത് നക്ഷത്രത്തോടു കൂടിയാണ് ഈ പ്രാവശ്യത്തെ പൗർണമി വന്നിരിക്കുന്നത്. നമുക്ക് ഈ ജൂലൈ മാസം 2 തവണ അഭിജിത്ത് നക്ഷത്രം കിട്ടി. ജൂലൈ മാസത്തിൻ്റെ തുടക്കത്തിലും ഇപ്പോൾ ജൂലൈ മാസത്തിൻ്റെ അവസാന നിമിഷത്തിലും. അപ്പോൾ അഭിജിത്ത് നക്ഷത്ര സമയം എന്താണെന്നും പൗർണമിയിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ആദ്യം തന്നെ നമുക്ക് അഭിജിത്ത് നക്ഷത്ര സമയം വരുന്നത് എപ്പോഴാണെന്ന് നോക്കാം. എന്താണ് അഭിജിത്ത് നക്ഷത്രം എന്നുള്ളത് എല്ലാവർക്കും അറിയാം, കാരണം നമ്മൾ എല്ലാ മാസവും ഇത് പറയുന്നതാണ്. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നു. പൗർണമിയോട് കൂടിച്ചേർന്ന് വന്നിരിക്കുന്ന അഭിജിത്ത് നക്ഷത്രം വരുന്നത് നാളെ ബുധനാഴ്ച. ബുധൻ എന്ന് പറയുന്നത് ഭഗവാൻ കൃഷ്ണൻ്റെ ദിവസമാണ്. അതുകൊണ്ട് തന്നെ ആ ദിവസം പൗർണമിയോട് കൂടിച്ചേർന്ന് നമുക്ക് അഭിജിത്ത് നക്ഷത്രം വന്നിരിക്കുന്നത് വളരെയധികം ഫലങ്ങൾ തരുന്നത് തന്നെയാണ്. ഈ പ്രാവശ്യത്തെ അഭിജിത്ത് നക്ഷത്രം വന്നിരിക്കുന്നത് നാളെ 2026 ജൂലൈ 29 ബുധനാഴ്ച വൈകിട്ട് 3:26 മുതൽ 3:50 വരെയുള്ള സമയമാണ്. വൈകിട്ട് 3:26 ആരംഭിച്ച് 3:50 24 മിനിറ്റ് സമയമാണ് നമുക്ക് അഭിജിത്ത് നക്ഷത്രമായിട്ട് വന്നിരിക്കുന്നത്. വീട്ടിലുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെയാണോ വിളക്ക് കൊളുത്തുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഹോളിൽ ഒരു ബ്രാസിൻ്റെയോ കോപ്പറിൻ്റെയോ വാഴയിലയുടെയോ പുറത്ത് 2 തിരികളിട്ട് നെയ്യൊഴിച്ച് കിഴക്കോട്ട് അഭിമുഖമായി വിളക്ക് കൊളുത്താം. ആ വിളക്കിനെ നമുക്ക് പൂക്കൾ കൊണ്ട് അലങ്കരിക്കാം. അതിന് മുൻപിലിരുന്ന് ആദ്യം നമ്മൾ 3 പ്രാവശ്യം അഭിജിത്ത് സ്തുതി ചൊല്ലും. മാന്തുതിര അഭിജിതാംബര നക്ഷത്രാനാം നാഥതീയ ജ്യോതിനാം നളഗംഗാധര പവധാരണ ശിവസ്യ വിഷ്ണുമേധിനാം ഭവതവലാംശുത പരിപാലയ ശരണാഗത പാഹിമ. ഇതാണ് നമ്മുടെ അഭിജിത്ത് സ്തുതി എന്ന് പറയുന്നത്. ഇത് 3 പ്രാവശ്യം ചൊല്ലിയിട്ട് ബാക്കിയുള്ള സമയം നമ്മൾ നമ്മുടെ ഇഷ്ടദൈവത്തിൻ്റെ മന്ത്രം ചൊല്ലും. ഇനി വീട്ടിലിരുന്ന് ദീപം കൊളുത്താൻ പറ്റാത്തവർ, പീരിയഡ്സ്, വാലായ്മ പോലുള്ള കാര്യങ്ങളുള്ള മനസ്സിൽ ഈ ഒരു മന്ത്രം 3 പ്രാവശ്യം ചൊല്ലിയിട്ട് നമ്മുടെ ഇഷ്ടദൈവത്തിൻ്റെ മന്ത്രം കേൾക്കുകയോ മനസ്സിൽ ഉരുവിടുകയോ ചെയ്യാവുന്നതാണ്. അപ്പം ഇതാണ് നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യം. അഭിജിത്ത് നക്ഷത്രം എന്ന് പറയുന്നത് വളരെ വളരെ പവർഫുള്ളാണ്. പ്രത്യേകിച്ച് പൗർണമി മാനിഫെസ്റ്റേഷൻസിന് നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒന്നാണ് പൗർണമി എന്ന് പറയുന്നത്. അപ്പം ആ ഒരു പൗർണമി തിഥിയിൽ വന്നിരിക്കുന്ന അഭിജിത്ത് നക്ഷത്രം എന്ന് പറയുന്നത് നമുക്ക് നല്ല ഫലങ്ങളെ കൊണ്ടുവന്ന് തരുന്നതാണ്. അതുകൊണ്ട് നാളെ വൈകിട്ട് ഇത് ചെയ്യാനായിട്ട് ആരും മറക്കരുത്. ഈ ഒരു പൗർണമി, ഇനി നമുക്ക് പൗർണമിയിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത് നോക്കാം. ആഷാഢമാസത്തെ പൗർണമി വന്നിരിക്കുന്നത് ഇന്ന് ചൊവ്വാഴ്ച സന്ധ്യയ്ക്ക് 7 മണി മുതലാണ്. അപ്പോൾ ഇന്ന് വൈകിട്ട് നമ്മുടെ ഭാര്യാഭർത്തൃ ബന്ധം ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ചെയ്യേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അതാരും മറക്കാതെ ചെയ്യണം. അപ്പോൾ ഇന്ന് വൈകിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വിളക്ക് പൂജ ചെയ്യാം. അതേപോലെ തന്നെ വെറ്റില സ്വസ്തിക് പരിഹാരം, വെള്ളിക്കോയിൻ വെച്ചിട്ടല്ലെങ്കിൽ 5 രൂപ നാണയം വെച്ചിട്ടുള്ളത്, അത് ചെയ്യാവുന്നവർക്ക് അത് ചെയ്യാവുന്നതാണ്. കാരണം ഇന്നാണ് രാത്രി മുഴുവൻ കണ്ടിന്യൂസ് ആയിട്ടുള്ള പൗർണമി ഉള്ളത്. ആഷാഢ പൗർണമി ബുധനാഴ്ച വൈകിട്ട് 8 മണി വരെയേ ഉള്ളൂ. അത് കഴിയുമ്പം പൗർണമി തിഥി അങ്ങ് അവസാനിക്കും. അതുകൊണ്ട് തന്നെ വെറ്റില സ്വസ്തിക് പരിഹാരം ചെയ്യുന്നവർക്ക് ഇന്ന് ചെയ്യാം. സത്യനാരായണ പൂജ ചെയ്യുന്നവർക്ക് നാളെ ചെയ്യാവുന്നതാണ്. ഐശ്വര്യ പൂജ ചെയ്യുന്നവർക്ക് ഇന്നും ചെയ്യാം, നാളെയും ചെയ്യാം. ചൊവ്വാഴ്ചയോട് കൂടി വരുന്ന പൗർണമി തിഥി സമയത്ത് നമ്മൾ ഐശ്വര്യ പൂജ, വിളക്ക് പൂജ ചെയ്യുന്നത് വളരെ ശ്രേഷ്ഠമാണ്. കേരളത്തിൽ, നമ്മുടെ നാട്ടിൽ ക്ഷേത്രങ്ങളിലൊക്കെ ഐശ്വര്യ പൂജ മിക്കവാറും നാളെ ആയിരിക്കും. നാളെ ചെയ്താലും തെറ്റൊന്നുമില്ല. നാളെ സമയമില്ലാത്തവർക്ക് ഇന്ന് ചെയ്യാവുന്നതാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞല്ലോ, ആഷാഢമാസത്തിലെ പൗർണമി എന്ന് പറയുന്നത് ഗുരു പൗർണമിയായിട്ടാണ് കണക്കാക്കുന്നത്. ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അംശ അവതാരമായ വ്യാസഭഗവാന്റെ അവതാര ദിനമായ ഈ ഒരു ദിവസത്തെ വ്യാസ പൂർണിമ എന്നും പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഗുരുപൂജയ്ക്ക് വളരെയധികം വിശേഷമാണ് നാളത്തെ ദിവസം. അറിവിൻ്റെ ദേവന്മാരായി നമ്മൾ കണക്കാക്കുന്ന ദക്ഷിണാമൂർത്തി, വേദവ്യാസൻ, ദത്തത്രയൻ തുടങ്ങി ഗുരുപരമ്പരയിലുള്ള ആരെ പൂജിക്കാനും നമുക്ക് വളരെയധികം ശ്രേഷ്ഠമായിട്ടുള്ള ദിവസമാണ്. ഈ ഒരു ഗുരുപൂർണിമ ദിവസം ഷിർദിയിൽ സായിബാബയുടെ അവിടെ 24 hours അഖണ്ഡ നാമജപമായിട്ടാണ് അവിടെ ഉള്ളവരൊക്കെ ആ ദിവസത്തെ വിനിയോഗിക്കുന്നത്. അപ്പോൾ നാളത്തെ ദിവസം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്
രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധമാക്കുക. ഗുരുപൂജ എന്ന് പറയുമ്പം ഈ പ്രാവശ്യം ഏറ്റവും ശ്രേഷ്ഠം നമ്മുടെ ഗുരുക്കന്മാർക്ക് നേരിട്ട് കണ്ട് അവരുടെ പാദത്തിൽ തൊട്ട് നമസ്കരിക്കാൻ പറ്റുമെങ്കിൽ അത് വളരെ ഉത്തമമാണ്. അത് നമ്മളെ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുള്ളവരാവാം, അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് അറിവ് പകർന്നു തരുന്ന ഏതൊരു വ്യക്തിയെയും നമുക്ക് ഗുരുവായി കണ്ട് പൂജ ചെയ്യാം. ഇപ്പോൾ ചിലപ്പോൾ എല്ലാവർക്കും നേരിട്ട് കാണാൻ പറ്റിയില്ല, അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഫോൺ വിളിച്ച് അല്ലെങ്കിൽ ഒരു മെസ്സേജ് അയച്ച് ഗുരുപൂർണിമ ആശംസിക്കാവുന്നതാണ്. അതോടൊപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എല്ലാവരുടെ വീട്ടിലും മഹാവിഷ്ണുവിൻ്റെ ഫോട്ടോ ഉണ്ടാകും. അതായത് അതിപ്പോൾ കൃഷ്ണനാവാം, വെങ്കടേശ്വര ഭഗവാനാകാം, ആരുമാകാം. ആ ഭഗവാന് പാദമുണ്ടാകും. നമ്മുടെ വീട്ടിലിപ്പം കൃഷ്ണൻ്റെ വിഗ്രഹമില്ലാത്ത ഒരു വ്യക്തിയും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം നമ്മൾ ചെയ്യേണ്ടത് നാളത്തെ ദിവസം രാവിലെയോ വൈകിട്ടോ നിങ്ങൾക്ക് എപ്പോഴാണോ സമയം കിട്ടുന്നത് ആ ഒരു സമയത്ത് നമ്മൾ ഭഗവാന്റെ പാദം കഴുകുക എന്നുള്ളതാണ്. കഴിഞ്ഞ വർഷം ഞാൻ പറഞ്ഞു തന്നത് പാദപൂജയായിരുന്നു. നമ്മൾ കാവിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ വെച്ച് പാദം വരച്ച് അത് പൂജിക്കുന്നത് കഴിഞ്ഞ വർഷം ചെയ്തിട്ടുള്ളവർക്കൊക്കെ അത് ഓർമ്മയുണ്ട്. പക്ഷേ ഈ വർഷം നമ്മൾ ഈ രീതിയാണ് ഫോളോ ചെയ്യേണ്ടത്. നമ്മുടെ വീട്ടിലുള്ള കൃഷ്ണ ഭഗവാന്റെ പാദം, അതിപ്പം വെങ്കടേശ്വര ഭഗവാന്റെ വിഗ്രഹമുള്ളവർക്ക് അതെടുക്കാം. ഇനി വെങ്കടേശ്വര ഭഗവാന്റെ പാദം മാത്രമായിട്ട് ചിലർ പൂജിക്കാറുണ്ട്, അതെടുക്കാം. അത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ മഞ്ഞൾ വെള്ളം കൊണ്ടും ശുദ്ധമായ ജലവും റോസ് വാട്ടറും കൊണ്ടും നമ്മൾ അഭിഷേകം ചെയ്ത് തുടച്ചിട്ട് മഞ്ഞൾ റോസ് വാട്ടറോ ശുദ്ധമായ ജലമോ കൊണ്ട് മഞ്ഞൾ ചാലിച്ചിട്ട് ഭഗവാന്റെ പാദത്തിൽ മഞ്ഞൾ കൊണ്ട് നമ്മൾ ചെറിയൊരു കോട്ടിങ് പോലെ കൊടുക്കുക. അതിന് പുറത്തായിട്ട് ഓരോ തുളസി ഇലയും വെച്ച് നല്ല മഞ്ഞ കളറിലെ പൂക്കൾ കൊണ്ട് ആ പാദം നമ്മൾ അലങ്കരിക്കുക. ഇത് അലങ്കരിച്ചതിന് ശേഷം ഓം നമോ നാരായണായ എന്നുള്ള മന്ത്രം ചൊല്ലി ഒരു 27 പ്രാവശ്യം നമ്മൾ മഞ്ഞ പൂക്കൾ കൊണ്ട് അർച്ചന ചെയ്യുക. ധൂപദീപ ആരതി എടുക്കുക. നിവേദ്യമായിട്ട് ഭഗവാന് ഒരു ഗ്ലാസ് പാൽ അല്ലെങ്കിൽ നമ്മൾക്ക് പഴം വെക്കാവുന്നതാണ്. വെച്ച് ഭഗവാനെ കുമ്പിടുക. ഇതാണ് ഏറ്റവും ഉദാത്തമായിട്ടുള്ള നാളത്തെ ദിവസത്തെ ഗുരുപൂജ എന്ന് പറയുന്നത്, പാദപൂജ എന്ന് പറയുന്നത്. അതിനോടൊപ്പം ഇപ്പം ദത്താത്രേയ ക്ഷേത്രം, ഷിർദി സായിബാബ, അതായത് സായിബാബയുടെ ടെമ്പിളൊക്കെ വീടിനടുത്തുള്ളവർക്ക് തീർച്ചയായിട്ടും അവിടെ പോകാവുന്നതാണ്. അവിടെ പോയി മഞ്ഞ കളറിലെ വസ്ത്രങ്ങൾ, കടല, ഇതൊക്കെ നിങ്ങൾക്ക് നാളത്തെ ദിവസം ദാനം ചെയ്യാവുന്നതാണ്. അതേപോലെ മഞ്ഞ കളറിലെ പഴം, ഇതൊക്കെ നാളത്തെ ദിവസം ആ ക്ഷേത്രത്തിൽ പോയി അവിടെ ദാനം ചെയ്യുന്നതും. മഞ്ഞ കളറിലെ പൂക്കൾ കൊണ്ടൊരു മാല, അതിപ്പം ജമന്തി പൂക്കളോ എന്ത് പൂക്കളും ആയിക്കൊള്ളട്ടെ, അതുകൊണ്ട് നമ്മൾ സ്വയമേവ ഉണ്ടാക്കിയ ഒരു മാല ആ ക്ഷേത്രത്തിൽ സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നതും വളരെ വളരെ ഉത്തമമായിട്ടുള്ള കാര്യമാണ്. അപ്പം ഇതാണ് ഗുരുപൂജ. ഗുരുവിനെ നമ്മൾ നാളത്തെ ദിവസം പൂജിക്കേണ്ടത്. ഇപ്പം നിങ്ങൾക്ക് നമ്മളുടെ ഗുരുവായിട്ട് കണ്ടിട്ടുള്ളവർ, അങ്ങനെയല്ലെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഗുരുവിൻ്റെ സ്ഥാനത്ത് ഗുരു തുല്യരായിട്ടുള്ള വ്യക്തികളൊക്കെ നേരിട്ടുണ്ടെങ്കിൽ അവിടെ പോയി നമുക്കിത് നേരിട്ട് അവരുടെ കാലിൽ തൊട്ട് അനുഗ്രഹം മേടിച്ച് അവർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു വസ്തുവും കൂടി വാങ്ങിക്കൊടുത്ത് വീട്ടിൽ ഈ ഒരു പൂജ ചെയ്യണമെന്നുള്ള നിർബന്ധമേ ഇല്ല. ഇത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മാതാപിതാ ഗുരു ദൈവം എന്നാണ് പറയുന്നത്. മാതാവിൻ്റെയും പിതാവിൻ്റെയും ഗുരുവിൻ്റെയും അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ദൈവം ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ അനുഗ്രഹിച്ചിരിക്കും. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഗുരുനിന്ദയൊക്കെ അറിഞ്ഞോ അറിയാതെയൊക്കെ ചെയ്തിട്ടുള്ളവർക്ക് നാളത്തെ ദിവസം ഈ ഒരു കാര്യം ചെയ്താൽ തീർച്ചയായിട്ടും ഫലം കിട്ടും. ഇനിയുള്ള അടുത്ത കാര്യം എന്ന് പറയുന്നത്, പൗർണമി ഓരോ മാസവും വന്നു കഴിയുമ്പോൾ നമുക്ക് ഓരോ ഫലങ്ങളാണെന്നുള്ളത് അറിയാമല്ലോ. അപ്പം നാളത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐശ്വര്യവർദ്ധനമാണ് ഫലം. അതുകൊണ്ട് തന്നെ നാളത്തെ ദിവസം നമ്മൾ പൗർണമി വ്രതം എടുക്കണം. ഒരു നേരം അരിയാഹാരം കഴിക്കാം, ബാക്കിയുള്ള 2 നേരം ഫ്രൂട്ട്സ് എന്തെങ്കിലും കഴിച്ച് നമുക്ക് വ്രതം എടുക്കാവുന്നതാണ്. നാളത്തെ ദിവസം വ്രതം എടുത്തിട്ട് ഇപ്പം ചന്ദ്രപൊങ്കാലയൊക്കെ ഇടുന്നവർ നാളെ വൈകിട്ടാണ് പൊങ്കാല ഇടേണ്ടത്. പൊങ്കാല ഇട്ട് ഭഗവാനെ പ്രാർത്ഥിക്കണം. അതേപോലെ തന്നെ നാളത്തെ ദിവസം നിങ്ങൾക്ക് ചന്ദ്രനെ നോക്കി ലളിതാ സഹസ്രനാമം ജപിക്കാൻ പറ്റുന്നവർ തീർച്ചയായിട്ടും അത് ചെയ്യാവുന്നതാണ്. പിന്നെ വിളക്ക് പൂജ, അത് നമുക്ക് ചെയ്യാം. അപ്പോൾ വെള്ളിയാഴ്ചകളിൽ ദേവിക്ക് മാവിളക്കുണ്ടാക്കി സമർപ്പിക്കാൻ പറ്റാത്തവർക്ക് നാളെ മാവിളക്കുണ്ടാക്കി സമർപ്പിക്കാവുന്നതാണ്. നമ്മുടെ വീടിന് ഫ്രണ്ടിൽ നമ്മൾ വേപ്പിലയും മാവിലയും കൊണ്ട് തോരണം ചാർത്തണം. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇനി ധനവരവിന് നമ്മൾ എഴുതി വെക്കേണ്ടത് ഒരു വാക്ക്, അതും കൂടിയിട്ട് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അതായത് ധനമെന്ന് പറയുന്നത് എല്ലാവർക്കും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ ഒരു കർക്കിടക മാസത്തിലെ പൗർണമിയിൽ ഐശ്വര്യവർദ്ധനമാണ് നമുക്ക് ഫലമായിട്ട് വരുന്നത്. അപ്പം നാളത്തെ ദിവസം, അതായത്
ഇന്ന് ചൊവ്വാഴ്ച രാത്രി 7 മണി മുതൽ നാളെ രാത്രി 8 മണിക്കുള്ളിൽ ഏതൊരു സമയത്തും നിങ്ങൾക്ക് ഈ ഒരു വാക്ക് എഴുതി നമ്മുടെ വീട്ടിൽ സൂക്ഷിക്കാവുന്നതാണ്. ഈ ഒരു സ്വിച്ച് വേർഡ് പ്ലസ് മഹാലക്ഷ്മിയുടെ മന്ത്രമെന്ന് പറയുന്നത് നമുക്ക് വെള്ളിയാഴ്ചകളിലും പൗർണമി, അമാവാസി, മൂന്നാം പിറ ഇതുപോലെയുള്ള ദിവസങ്ങളിലും എഴുതാവുന്നതാണ്. സാധാരണ ഏഞ്ചൽ നമ്പേഴ്സ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും, അതായത് നോൺ വെജ് കഴിച്ചാലും കുളിച്ചിട്ടില്ലെങ്കിലും പീരിയഡ്സ് ആണെങ്കിലും പുലവാലായ്മയൊക്കെ ആണെങ്കിലും നമുക്ക് എഴുതാം. പക്ഷേ ഇവിടെ മഹാലക്ഷ്മിയുടെ ബീജമന്ത്രമായിട്ടുള്ള ശ്രീം എന്നുള്ള ആ ഒരു വാക്ക് കൂടിയിട്ട് നമ്മളിവിടെ എഴുതുന്നത് കൊണ്ട് കുളിച്ച് ശുദ്ധമായിട്ട് തന്നെ നിങ്ങളിത് എഴുതണം. നാളത്തെ പൗർണമി എന്ന് പറയുന്നത് വളരെ വളരെ ഓസ്പീഷ്യസ് ആയതുകൊണ്ട് നാളത്തെ ദിവസം ഇത് എഴുതി വെച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഫലം കിട്ടും. അതിനായിട്ട് ബേ ലീഫ്, നമുക്ക് എല്ലാവർക്കും അറിയാം ബേ ലീഫാണ് ഇവിടെ ഏറ്റവും നല്ലത് ഇത് എഴുതാൻ വേണ്ടിയിട്ട്. കാരണം ബേ ലീഫിന് അട്രാക്റ്റിംഗ് പവർ വളരെയധികം കൂടുതലുണ്ട്. ബേ ലീഫ് ഇല്ലാത്തവർ ഗ്രീൻ കളറിലെ ഒരു പേപ്പർ എടുക്കാം. ഗ്രീൻ കളറിനും പണത്തെ വശീകരിക്കാനുള്ള കഴിവുണ്ട്. ഇനി ഇത് രണ്ടും ഇല്ലെങ്കിൽ ലൈൻസ് ഒന്നുമില്ലാത്ത ഒരു ചെറിയ പേപ്പർ എടുത്താൽ മതി. അതിലോട്ട് ഗ്രീൻ കളർ സ്കെച്ച് പെന്നോ മാർക്കറോ കൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു വാക്ക് എഴുതാനായിട്ട് ശ്രമിക്കണം. ഞാൻ ദാ ഇവിടെ എഴുതി കാണിച്ചിട്ടുണ്ട്. ശ്രീം 2918, ശ്രീം 2918. ഇതാണ് പണത്തെ അട്രാക്റ്റ് ചെയ്യുന്ന ആ ഒരു നമ്പർ എന്ന് പറയുന്നത്. ഇതിന് മുൻപും ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അപ്പം എല്ലാവരും ഈ നമ്പർ ഒന്ന് എഴുതണം. എഴുതിയതിന് ശേഷം ഇത് നമ്മുടെ വീട്ടിൽ പരിപ്പ് വെക്കുന്ന ബോക്സിനുള്ളിൽ കൊണ്ടുപോയി വെക്കാവുന്നതാണ്. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ മണി പേഴ്സിൽ, അപ്പം വീട്ടിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഉണ്ടെങ്കിൽ 2 പേരുടെയും മണി പേഴ്സിൽ ഇത് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. അപ്പോൾ 2 പേർക്കും ഓരോന്നായിട്ട് ഇലയെടുത്ത് എഴുതിയാൽ മതിയാവും. അപ്പം ഇതാണ് നിങ്ങൾ പൗർണമിയായ നാളെ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ. അപ്പോൾ എല്ലാവരും ഈ കാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കണം. തീർച്ചയായിട്ടും നല്ല ഫലങ്ങൾ എല്ലാവർക്കും ലഭിക്കും. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണഭവ.